So in our last video, we have derived the equation of motion of a undamped SDOF system under free vibration. So the next case is damped free vibration of SDOF system. What is an SDOF system? Single degree of freedom system. So here this system is having a damping force. അതാണ് ആ ഒരു ഡിഫറൻസ്. കഴിഞ്ഞ നമ്മുടെ കേസുമായിട്ടുള്ള ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡാംഡ് ഫ്രീ വൈബ്രേഷൻ, അതായത് ഡാമ്പിംഗ് ഫോഴ്സും കൂടെ ഇവിടെ ഉണ്ട്. സോ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ ഡാംഡ് SDOF സിസ്റ്റം സബ്ജക്റ്റഡ് ടു ഫ്രീ വൈബ്രേഷൻ. സോ ഡാമ്പിംഗ് എന്താണെന്ന് അറിയാലോ. വൈബ്രേറ്റിംഗ് ബോഡിയിൽ ഉണ്ടാവുന്ന എനർജി ഡിസിപ്പേഷൻ കൊണ്ട് സിസ്റ്റം റെസ്റ്റിലേക്ക് വരുന്നതാണ് നമ്മൾ ഡാമ്പിംഗ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റെസിസ്റ്റൻസ് ടു മോഷൻ ആണ് ഡാമ്പിംഗ്. സോ ഹിയർ the basic dynamic equilibrium equation is mx double dot plus cx dot plus kx is equal to 0. കഴിഞ്ഞ നമ്മുടെ കേസും ഈ ഒരു കേസും ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ ബേസിക് ഡൈനാമിക് ഇക്വിലിബ്രിയം ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? mx double dot plus cx plus kx is equal to f of t. സോ ഹിയർ ഫ്രീ വൈബ്രേഷൻ ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് ടി എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. സോ എഫ് ഓഫ് ടിക്ക് പകരം നമുക്ക് 0 ആണ്. But here last case, when compared with the last case, we have an extra force, that is damping force Cx dot also present in the system. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എക്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ആണ്. അപ്പോൾ നമ്മൾ ടൈമിന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ആ ഇക്വേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് മീൻ ബൈ ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ സൊല്യൂഷൻ എന്തായിരിക്കും എന്നുള്ള ഒരു അസംഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. സോ ഹിയർ ഓൾസോ ദ സൊല്യൂഷൻ ഫോർ ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ 1, അതിൻ്റെ സൊല്യൂഷൻ വിൽ ബി ഇൻ ദ ഫോം ഓഫ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ പവർ ലാംഡ ടി. ലാംഡ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഈ ഒരു നേച്ചർ കാരണം അതിൻ്റെ സൊല്യൂഷൻ ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ് അവിടെ വരേണ്ടത് എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ പ്യുവർലി മാത്സ് ആണ്. സോ x of t is equal to e power lambda t. So here x dot of t, അതായത് നമ്മുടെ വെലോസിറ്റി dx by dt is equal to നമ്മുടെ x of t യുടെ ഡെറിവേറ്റീവ് which is equal to lambda e power lambda t. So the next derivative x double dot of t or our acceleration is equal to lambda square into e power lambda t. അതിൻ്റെയും ഡെറിവേറ്റീവ്, വെലോസിറ്റീൻ്റെ ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ. സോ നൗ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് എക്സ് ഓഫ് ടി, എക്സ് ഡോട്ട് ഓഫ് ടി, എക്സ് ഡബിൾ ഡോട്ട് ഓഫ് ടി, ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമ്മുടെ ബേസിക് ഇക്വിലിബ്രിയം ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ സോ വി ആർ ഗെറ്റിംഗ് ലൈക്ക് ദിസ്. ആൻഡ് ഇഫ് യു ടേക്ക് ഇ പവർ ലാംഡ ടി ഔട്ട്, ബ്രാക്കറ്റിൽ എന്തൊക്കെയാണുള്ളത്? എം ലാംഡ സ്ക്വയർ പ്ലസ് സി ലാംഡ plus k is equal to 0. So here e power lambda t എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത സൊല്യൂഷൻ ആണ് x of t which cannot be 0 because നമ്മുടെ സൊല്യൂഷൻ ആണത് അല്ലേ, നമ്മുടെ റെസ്പോൺസിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പം അത് 0 ആവാൻ പറ്റില്ല. സോ ദ ടേം ഇൻ ദ ബ്രാക്കറ്റ് ക്യാൻ ബി 0. സോ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുവാണെങ്കിൽ ഇതിപ്പം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഫോമിലാണുള്ളത്. അവിടെ നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. സോ സെയിം തിങ് വി ആർ ഗോയിങ് ടു അപ്ലൈ ഹിയർ. സോ ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പം മൈനസ് സി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്
c square minus 4mk divided by 2m. So this is our value of lambda. ഇനി ഇതിന് എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഉള്ളത്? സോ ലാംഡാന്റെ വാല്യൂ നമുക്ക് ആദ്യം ഡിസ്ക്രിമിനന്റ് നോക്കാം. ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് ഈ റൂട്ടിന്റെ ഉള്ളിലുള്ള പാർട്ടിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ന് പറയാൻ പോകുന്നത്. ഇനി പറയുന്നതൊക്കെ ഫുൾ മാത്സ് തന്നെയാണ്. സോ ഡിസ്ക്രിമിനന്റ് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് 4mk. അപ്പോൾ ഇവിടെ എന്തൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളത്? ലാംഡ എന്ന് പറയുന്നത് ഈ സി സ്ക്വയർ മൈനസ് 4mkന്റെ വാല്യൂ 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. നെഗറ്റീവ് ആവുമ്പോൾ എന്താണ്? അതൊരു റിയൽ അല്ലാത്ത ഇമാജിനറി കോംപ്ലക്സ് റൂട്ട് ആയിട്ടാണ് വരിക. മോർ ദാൻ 0 ആവുമ്പോൾ, പോസിറ്റീവ് ആവുമ്പം ഇതൊരു റിയൽ ആയിട്ടുള്ള രണ്ട് റൂട്ട്സ് വരും അല്ലേ? പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ലാംഡ 1 ലാംഡ 2 രണ്ട് വാല്യൂസ് വരും. ഇനി 0 ആവുമ്പോഴോ ഒറ്റൊരു വാല്യൂ മൈനസ് c/2m എന്ന് പറയുന്ന ഒറ്റൊരു വാല്യൂ മാത്രമേ ലാംഡക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മൂന്ന് കേസസ് ആണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ കേസസ് പറയാം. അതിനു മുന്നേ ജസ്റ്റ് ഇതൊന്ന് നോക്കാം. ഇഫ് ദ ഡിസ്ക്രിമിനന്റ് ഇസ് പോസിറ്റീവ്, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഡിസ്ക്രിമിനന്റ് എന്താണ് ഇവിടെ? c square minus 4mk. If the discriminant is positive or greater than 0, the system is called overdamped system. Overdamped system. Next one, if the discriminant is negative, that is c square minus 4mk and value less than 0 ആണെങ്കിൽ the system is called underdamped system. And the third case, if the discriminant is 0, the system is termed as critically damped system. So let's consider these cases one by one. The first one I'm going to consider is critically damped system. That is discriminant is equal to 0. സോ ഇവിടെ സി സ്ക്വയർ മൈനസ് 4mk ആണ് നമ്മുടെ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ സി എന്ന് പറയുന്ന നമ്മുടെ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഞാൻ സി എന്ന് നൊട്ടേഷൻ മാറ്റിയിട്ടുണ്ട്. ബിക്കോസ് ദിസ് ഇസ് എ ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം. സോ ദിസ് ഇസ് എ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ സി ക്രിട്ടിക്കൽ സി എന്ന് നൊട്ടേഷൻ മാറ്റിയിട്ടുള്ളത്. സോ സി ഇസ് ഈക്വൽ ടു 2√mk. ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം നമ്മൾ എപ്പോഴാണ് പറയുക? ഡിസ്ക്രിമിനന്റ് ഇസ് ഈക്വൽ ടു 0 ആവുമ്പോൾ. സി സ്ക്വയർ മൈനസ് 4mk ഇസ് ഈക്വൽ ടു 0 ആവുമ്പോൾ, ആസ് ഇറ്റ് ഇസ് എ ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം, ഹിയർ സി ഇസ് കോൾഡ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്. സോ നമ്മുടെ നൊട്ടേഷൻ സി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഫോർ എ here the damping coefficient is called critical damping coefficient in a critically damped system, and it is denoted as Cc. That is, for a critically damped system, C is equal to Cc. ഒരു critically damped systemത്തിന്റെ coefficient of damping നെ നമ്മൾ Cc അല്ലെങ്കിൽ critical damping coefficient എന്ന് വിളിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് Cc. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2√mk ആണ്. m മാസ് ആണ്, k സ്റ്റിഫ്നെസ് ആണ്. അടുത്ത വേറൊരു പാരാമീറ്ററും കൂടെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, വിച്ച് ഇസ് കോൾഡ് ഡാമ്പിംഗ് റേഷ്യോ. റേഷ്യോ ഓഫ് ആക്ച്വൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ടു ദ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ആണ് നമ്മൾ ഡാമ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് c/cc. റേഷ്യോ ഓഫ് ആക്ച്വൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്, c ആണ് നമ്മുടെ ആക്ച്വൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്. The ratio of actual damping coefficient to the critical damping coefficient. Critical damping coefficient എന്ന് പറയുന്നത് Cc ആണ്. So damping ratio is equal to c/cc. ഇനി ഈ c/cc damping ratio 1 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? c is equal to cc ആവുമ്പോൾ, അതായത് ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റത്തിൻ്റെ കേസിലാണ് ഡാമ്പിംഗ് റേഷ്യോ 1 ആവുന്നത്, ബിക്കോസ് c is equal to cc. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസാണ് പറഞ്ഞത്, ഡിസ്ക്രിമിനന്റ് 0 ആവുന്ന കണ്ടീഷൻ. ദാറ്റ് ഈസ് എ ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റത്തിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഹിയർ ലെറ്റ്സ് അഗൈൻ ഗെറ്റ് ബാക്ക് ടു ദ സൊല്യൂഷൻ ഓഫ് ലാംഡ. ലാംഡ is equal to minus c plus or minus root of c square minus 4mk divided by 2m. So here c square minus 4mk is equal to 0, which means the roots are equal. അതായത് ഇതിന് ഈ ഒരു കേസിൽ ഒറ്റൊരു റൂട്ട് മാത്രമേ ഉള്ളൂ.
സോ നമുക്ക് തൽക്കാലം ഇവിടെ റൂട്ട്സിനെ ആൽഫ ബീറ്റ എന്ന് വിളിക്കാം. സോ ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സി ബൈ 2m. രണ്ട് റൂട്ട്സ് ആണ് സാധാരണ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാവേണ്ടത്. പക്ഷേ ഹിയർ ആസ് ദ ഡിസ്ക്രിമിനന്റ് വാല്യൂ 0, so the roots are equal. Okay, so here the roots are equal and the value is minus c by 2m. അപ്പോൾ പണ്ട് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്, ഈക്വൽ റൂട്ട്സ് വരുമ്പം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഈക്വൽ റൂട്ട്സ് വരുമ്പം എക്സ് ഓഫ് ടി, അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു ഇ പവർ ആൽഫ ടി പ്ലസ് എ പ്ലസ് ബി ടി. ഇതാണ് നമ്മുടെ ഈ ഒരു ഫോമിലായിരിക്കും നമ്മുടെ സൊല്യൂഷൻ ഉണ്ടാവുക. ഇത് പറയുന്നത് മാത്സ് ആണ്. ഓക്കെ, സോ ഇ പവർ ആൽഫ ടി ഇൻറ്റു എ പ്ലസ് ബി ടി എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ എക്സ് ഓഫ് ടി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൽഫ എന്താണ്? മൈനസ് സി ബൈ 2m ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് സി ബൈ 2 ഇ പവർ മൈനസ് സി ബൈ 2m എ പ്ലസ് ബി ടി എന്നുള്ളതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇനി നമ്മൾ എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് നമ്മളെ ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. പക്ഷേ ഇത് ഇവിടെ നമ്മൾ എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ ഞാൻ പറയാം. അതിനു മുൻപായിട്ട് ഈ സി ബൈ 2mനെ നമ്മൾ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. സി ബൈ 2m അതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാം. സി ബൈ 2m അതിനെ സി സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സി സി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സി ബൈ സി സി ഇപ്പുറത്തോട്ട് എടുക്കുക. നൗ സി സി മേലെയുള്ള സി സിനെ നമുക്ക് 2 റൂട്ട് എം കെ എന്നുള്ള ഫോമിലേക്ക് എഴുതാം. ഡിവൈഡ് ബൈ 2m, ഈ ഒരു 2m ഇവിടെ വരും. സോ സി ബൈ സി സി ഈസ് നത്തിങ് ബട്ട് ഡാമ്പിംഗ് റേഷ്യോ. ഇവിടെ സൈ സിമ്പിൾ വെച്ച് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഡാമ്പിംഗ് റേഷ്യോ ആണ് സി ബൈ സി സി. സോ ഇവിടെ 2 ഗെറ്റ്സ് ക്യാൻസൽഡ്. അപ്പം റൂട്ട് എം കെ ഡിവൈഡ് ബൈ എം എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് കെ ബൈ എം ആവും. ഓക്കെ, അപ്പം സൈ ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ എം. എന്താണ് നമ്മുടെ റൂട്ട് ഓഫ് കെ ബൈ എം? Root of k by m is nothing but our natural frequency omega. So here c by 2m can be replaced as damping ratio into natural frequency, xi into omega. So here x of t is equal to e power xi omega t into a plus bt. Okay, so that is the solution for a critically damped system. Any why we are not going for the calculation of these constants a and b എന്നുള്ളതിൻ്റെ reason പറഞ്ഞു കഴിഞ്ഞാൽ, this solution x of t is equal to e power xi omega t into a plus bt does not represent a vibration motion. Critically damped system ആണ് ഇവിടെ, പക്ഷേ വൈബ്രേഷൻ നടക്കുന്നില്ല. വൈബ്രേഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ ഡാമ്പിംഗ് കാരണം നമ്മുടെ സിസ്റ്റം റെസ്റ്റിലേക്ക് വരികയാണ്. സോ ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം ഒരു വൈബ്രേഷൻ അല്ല. ദാറ്റ് ഇസ് വൈ വി ആർ നോട്ട് ഗോയിങ് ടു ഫൈൻഡ് ദ ആക്ച്വൽ സൊല്യൂഷൻ. നമ്മൾ എയും ബിയും ഒക്കെ അവിടെ തന്നെ വെച്ചിട്ട് ഇതായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ബിക്കോസ് ദിസ് സൊല്യൂഷൻ ഡസ് നോട്ട് റെപ്രസെൻറ്റ് എ വൈബ്രേഷൻ. ഡാമ്പിംഗ് കാരണം നമ്മുടെ സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യാൻ, നമ്മുടെ സിസ്റ്റത്തിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇമ്മീഡിയറ്റ്ലി ദ സിസ്റ്റം ഇസ് കമ്മിങ് ടു റെസ്റ്റ്. സോ ദാറ്റ് ഈസ് അബൌട്ട് എ ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന സിസ്റ്റം ഓവർ ഡാംപ്ഡ് സിസ്റ്റം. എപ്പോഴാണ് സിസ്റ്റം ഓവർ ഡാംപ്ഡ് ആവുക? ഡിസ്ക്രിമിനന്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോഴാണ് നമ്മുടെ സിസ്റ്റം ഓവർ ഡാംപ്ഡ് സിസ്റ്റം ആവുക. So c square minus 4mk is greater than 0. So that is a condition for an overdamped system, which means real and distinct roots. Real ആണ്, കാരണം റൂട്ടിനകത്തുള്ള വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് റിയൽ ആണ്. പക്ഷേ രണ്ട് റൂട്ട്സ് ഉണ്ട് ഇവിടെ. ഏതൊക്കെയാണ് റൂട്ട്സ് ആയിട്ട് വരിക? ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് സി പ്ലസ് റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് 4mk by 2m. പിന്നെ അതുപോലെ ബീറ്റ ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് സി മൈനസ് റൂട്ട് ഓഫ് സി സ്ക്വയർ ബൈ റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് 4mk by 2m. So here there are two real and distinct roots.
as discriminant is more than 0. Okay, so ഇതാണ് നമ്മുടെ റൂട്ട്സ് ആൽഫ കൊമ ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സി ബൈ 2m പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഈ താഴെയുള്ള ഡിനോമിനേറ്റർ 2mനെ നമ്മൾ റൂട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. സോ 4m സ്ക്വയർ വരും, ഇവിടെയും 4m സ്ക്വയർ വരും. ഇനി നമ്മൾ ചെറിയ ചെറിയ റീഅറേഞ്ച്മെൻറ്റ്സ് ചെയ്യാണ്. സോ ഹിയർ വി ആർ ഗോയിങ് ടു multiply and divide by the value of natural frequency. ഒമേഗ വെച്ചിട്ട് നമ്മൾ ഈ കംപ്ലീറ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. സോ സി ബൈ 2mനെ നമ്മൾ ഒമേഗ ബൈ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് ഓർ മൈനസ് റൂട്ടിൻ്റെ അകത്തുള്ള ഓരോ ടേമിനെയും നമ്മൾ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ റൂട്ടിൻ്റെ അകത്തേക്ക് ഒമേഗ ചെല്ലുമ്പോൾ it should be omega square. So omega square by omega square കൊണ്ട് റൂട്ടിനകത്തുള്ള ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഹിയർ സോ അഗെയിൻ ഈ ടേമിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒമേഗ പുറത്തേക്ക് എടുക്കുകയാണ്. ഓരോ ടേമിന്നും ഒമേഗ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മൈനസ് സി ബൈ 2m ഒമേഗ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി സ്ക്വയർ ബൈ 4m സ്ക്വയർ ഒമേഗ സ്ക്വയർ വരും. ഒമേഗ നമ്മൾ പുറത്തേക്ക് എടുത്തു. മൈനസ് കെ ബൈ എം ഒമേഗ സ്ക്വയർ വരും. ഇവിടെ കെ ബൈ എം എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആണ് അല്ലേ. റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് പറയുന്നതാണ് ഒമേഗ. സോ കെ ബൈ എം എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആണ്. സോ ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ആ ടേം 1 ആയി മാറും. ആൻഡ് ഹിയർ സി ബൈ 2m ഒമേഗ എന്ന് പറയുന്ന ഒരു ടേം ആണുള്ളത്. വി നോ ദാറ്റ് ഓൾറെഡി വി ഹാവ് changed this term c by 2m to be equal to xi into omega, damping ratio into natural frequency. So c by 2m ന് പകരം നമ്മൾ xi into omega എന്ന് പറയുന്ന ടേം കൊടുക്കുകയാണ്. സോ അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ ഓൾട്ടറേഷൻസ് വരുത്തി. ആൻഡ് ഫൈനലി ആൽഫ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു മൈനസ് xi പ്ലസ് റൂട്ട് ഓഫ് xi സ്ക്വയർ മൈനസ് 1 എന്ന് വരും. And beta is equal to omega in bracket minus xi minus root of xi square minus 1. അപ്പോൾ നമ്മൾ the roots are real and distinct. ആ റൂട്ട്സിൻ്റെ വാല്യൂസ് നമ്മൾ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്തു. നമ്മൾ ഡാമ്പിംഗ് റേഷ്യോൻ്റെ ടേംസിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീണ്ടും മാത്തമാറ്റിക്സ്. When the roots are real and distinct, solution x of t is equal to a power e alpha t plus a e power alpha t plus b e power alpha t. So that is the solution when the roots are real and distinct. ഇനി ഇവിടെ നമ്മൾ ആൽഫക്ക് പകരം നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബീറ്റയ്ക്ക് പകരം നമ്മൾ കണ്ടുപിടിച്ച ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. പക്ഷേ ഇവിടെയും നമ്മൾ എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാരണം this solution also does not represent a vibration. ഇവിടെയും ഇതൊരു വൈബ്രേഷൻ അല്ല. കാരണം നമുക്കറിയാം, പേരിൽ തന്നെയുണ്ട്, ഇറ്റ് ഈസ് എൻ ഓവർ ഡാംഡ് സിസ്റ്റം. ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം ആണെങ്കിൽ പോലും അവിടെ വൈബ്രേഷൻ നടക്കില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം ആണെങ്കിൽ പോലും ഇമ്മീഡിയറ്റ്ലി ദ സിസ്റ്റം വിൽ കം ടു റെസ്റ്റ്. അവിടെ ഒരു മോഷൻ നടക്കാനുള്ള, ഒരു വൈബ്രേഷൻ നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല ഡാമ്പിങ് കാരണം. ഇത് ഓവർ ഡാംഡ് ആണ്. അതായത് ക്രിട്ടിക്കലി എന്ന് പറയുമ്പോൾ തന്നെ വൈബ്രേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഓവർ ഡാംഡ് എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ തുടങ്ങാനുള്ള ചാൻസ് പോലും ഹൈലി ഓവർ ഡാംഡ് സിസ്റ്റത്തിനില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സ്ലൈറ്റ്ലി ഓവർ ഡാംഡ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കംസ് ടു റെസ്റ്റ്. അങ്ങനെയാണ്. അപ്പോൾ ദ സിസ്റ്റം ഡസ് നോട്ട് റെപ്രസെൻറ്റ് എ വൈബ്രേഷൻ അറ്റ് ഓൾ. അടുത്തതാണ് നമ്മുടെ അണ്ടർ ഡാംഡ് സിസ്റ്റം. അതിൻ്റെ സൊല്യൂഷനാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് സി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് 4mk by 2m. And the condition for under damped system is discriminant less than 0. That is, the c square minus 4mk is negative. അപ്പോൾ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഒരു ഇമാജിനറി റൂട്ടായിട്ട് മാറും. സി ഹിയർ ആൽഫ beta is equal to minus c by 2m plus or minus root of c square by 4m square minus 4mk by 4m square. നമ്മൾ ഡിനോമിനേറ്ററിനെ അകത്തേക്ക് എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഹിയർ
മൈനസ് സി ബൈ 2m പ്ലസ് ഓർ മൈനസ്, ഇവിടെ നമ്മൾ ഐ പുറത്തേക്ക് എടുക്കുകയാണ്. ഈ ഒരു റൂട്ടിൽ നിന്ന് ഐ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാജിനറി റൂട്ട് ഐ ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് -1 ആണ് ഐ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഐ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നേരെ എന്താ പറയുക, എ മൈനസ് ബി ഉള്ളത് ബി മൈനസ് എ ആയി മാറും. കാരണം ഈ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് -1 പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട്സ്. മൈനസ് സി ബൈ 2m പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് 4mk ബൈ 4m സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 4m സ്ക്വയർ. അഗെയിൻ നമ്മൾ പഴയ പോലെ നമ്മുടെ ടേംസിനെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആൽഫ കൊമ ബീറ്റ വിൽ ബി ഒമേഗ ഇൻറ്റു മൈനസ് സൈ പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈ സ്ക്വയർ എന്ന് വരും. ഇത് ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സി ബൈ 2mന് പകരം സൈ ഒമേഗ വരും. അതുപോലെ ഇവിടെ നമ്മുടെ 4mk ബൈ 4m സ്ക്വയർ എന്ന് പറയുന്ന ടേം 1 ആയി മാറും. വെൻ ഒമേഗ പുറത്തേക്ക് എടുക്കുമ്പോൾ 4mk ബൈ 4m സ്ക്വയർ എന്ന് പറയുന്ന ടേം 1 ആയി മാറും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നേരത്തെ ചെയ്ത സെയിം കാൽക്കുലേഷൻ ഇവിടെ ഒരു ഐ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, സോ ഹിയർ നമുക്ക് റൂട്ട്സിനെ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് മാറ്റാം. പി പ്ലസ് ഓർ മൈനസ് ഐ ക്യൂ എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റാം. നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് എ പ്ലസ് ഓർ മൈനസ് ഐ ബി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എയും ബിയും ഒക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ലെറ്റ്സ് ജസ്റ്റ് മേക്ക് ഇറ്റ് ആസ് പി പ്ലസ് ഓർ മൈനസ് ഐ ക്യൂ. സോ ആൽഫ കൊമ ബീറ്റ, അതിൻ്റെ വാല്യൂസ് ആൽഫ ഇസ് ഈക്വൽ ടു പി പ്ലസ് ഐ ക്യൂ, ബീറ്റ ഇസ് ഈക്വൽ ടു പി മൈനസ് ഐ ക്യൂ. അപ്പോൾ പി ഇസ് ഈക്വൽ ടു ഹിയർ മൈനസ് സൈ ഒമേഗ ആയിട്ട് വരും. അതുപോലെ ക്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈ സ്ക്വയർ ആയിട്ട് വരും. ഒന്നുമില്ല, ടേംസിനെ രണ്ടാക്കുക, ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഐൻ്റെ കോഎഫിഷ്യൻറ്റ് ക്യൂ, പിന്നെ എക്സ്ട്രാ ഉള്ള കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ് പി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റൂട്ട്സ്. ആൽഫ കൊമ ബീറ്റ ഇസ് ഈക്വൽ ടു പി പ്ലസ് ഓർ മൈനസ് ഐ ക്യൂ എന്നൊക്കെ നമുക്ക് കിട്ടി. ഇനി വാട്ട് ഇസ് ദ സൊല്യൂഷൻ? ഹിയർ മാത്സുകാർ പറയുന്നത് ഇങ്ങനെ കോംപ്ലക്സ് റൂട്ട്സ് വരുന്ന സമയത്ത് രണ്ട് അൺറിയൽ ആയിട്ടുള്ള രണ്ട് ഡിഫറെൻറ്റ് കോംപ്ലക്സ് റൂട്ട്സ് വരുന്ന സമയത്ത് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ പവർ പി ടി ഇൻറ്റു എ ഇൻറ്റു ഇ പവർ ഐ ക്യൂ ടി പ്ലസ് ബി ഇൻറ്റു ഇ പവർ ഐ ക്യൂ ടി. സോ ദാറ്റ് ഇസ് എ സൊല്യൂഷൻ ഫോർ ദ ഓവർ ഡാംപ്ഡ് സിസ്റ്റം. പക്ഷേ ഇവിടെ നമുക്ക് പിന്റെ വാല്യൂ ഒമേഗ ഇൻറ്റു സൈ ആണ്, മൈനസ് ഒമേഗ ഇൻറ്റു സൈ ആണ്. ക്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈ സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഒമേഗ ഡി, ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈ സ്ക്വയർ എന്ന് പറയുന്ന ടേമിന്. ഒമേഗ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ആണ്, സൈ എന്ന് പറയുന്നത് ഡാമ്പിംഗ് റേഷ്യോ ആണ്, സി ബൈ സി സി. സോ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈ സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടേമായി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഹിയർ ദിസ് ഇസ് അവർ സൊല്യൂഷൻ. അപ്പോൾ ഈ സൊല്യൂഷനെ നമ്മൾ എ ഇ പവർ ഐ ഒമേഗ ഡി ടി പ്ലസ് ബി ഇ പവർ ഐ ഒമേഗ ഡി ടി, ഈ ഒരു ടേമിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യലും ട്രിഗണോമെട്രിക്കും തമ്മിലുള്ള റിലേഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ഡി ടി പ്ലസ് ബി സൈൻ ഒമേഗ ഡി ടി എന്ന് പറയുന്ന ടേമിലേക്ക് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഇസ് അവർ ഫൈനൽ സൊല്യൂഷൻ. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് ഒമേഗ സൈ ടി ഇൻറ്റു എ കോസ് ഒമേഗ ഡി ടി പ്ലസ് ബി സൈൻ ഒമേഗ ഡി ടി. ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ. എങ്കിലും വേറൊരു ടേംസിലും കൂടെ, ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേമിലും കൂടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഇ പവർ മൈനസ് ഒമേഗ സൈ ടി ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ്റെ മറ്റൊരു ഫോം. ഇൻ ടേംസ് ഓഫ് ആംപ്ലിറ്റ്യൂഡിലുള്ള ഫോം ഇതാണ്. അപ്പോൾ ഇത്രയാണ് ഇത്.